നമസ്കാരം. വടക്കൻ ഇസ്രായേലിലെ തന്ത്രപ്രധാന നഗരമായ ഹൈഫയിൽ ലക്ഷ്യമിട്ട് ശക്തമായ മിസൈൽ ആക്രമണവുമായി ഹിസ്ബുള്ള എത്തുകയുണ്ടായി. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വാർത്തയിൽ ഏറ്റവും കൃത്യമായി പറയുന്നതും ഇതേ ഒരു വിഷയത്തെക്കുറിച്ചാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. നഗരത്തിലെ നാവികസേന താവളത്തിന് നേരെ അത്യാധുനിക രീതിയിലുള്ള മിസൈലുകളാണ് ഉപയോഗിച്ചത് എന്നത് ആക്രമണം നടത്തിയതും എന്നുള്ളതും ഹിസ്ബുള്ള തന്നെ ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് ഹൈഫയിലെ വ്യവസായ മേഖലയെ നടുക്കി മിസൈലുകൾ പതിച്ചത്. ഇതിനു പിന്നാലെ നഗരത്തിലെ പ്രധാന എണ്ണ ശുദ്ധീകരണശാലയായ ബസാൻ റിഫൈനറിയിൽ വൻ തീപിടുത്തം ഉണ്ടായി. ഹൈഫയിൽ നാവികസേന ആസ്ഥാനം ലക്ഷ്യമിട്ടതായിരുന്നു ഹിസ്ബുള്ളയുടെ മിസൈൽ വർഷം. എണ്ണ ശുദ്ധീകരണശാലയിൽ ഒരു ഗ്യാസോലിൻ ടാങ്കിന് തീപിടിക്കുകയും പ്രദേശം പുകപടലങ്ങളാൽ നിറയുകയും ചെയ്തു. അതേസമയം മിസൈൽ നേരിട്ട് പതിച്ചതാണോ അതോ ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ മിസൈൽ തകർത്തപ്പോൾ ഉണ്ടായ അവശിഷ്ടങ്ങൾ വീണതാണോ തീപിടുത്തത്തിന് കാരണമെന്ന് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ഇസ്രായേൽ അധികൃതർ വ്യക്തമാക്കിയിട്ടുമില്ല. ഇതിനെക്കുറിച്ചുള്ള സ്ഥിരീകരണം വ്യക്തമൊക്കെ ഇനി പുറത്തു വരേണ്ടതാണ്. ആക്രമണത്തിൽ ഇതുവരെ ആൾനാശമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മേഖലയിൽ ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള പോരാട്ടം തീവ്രമാകുന്നതിനിടയിൽ തന്നെയാണ് ഹൈഫയിലെ തന്ത്രപ്രധാനമായ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് അതിനു നേരെ തീപിടിച്ച് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. നിലവിൽ അഗ്നിശമന സേനാ അംഗങ്ങൾ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് എന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. പ്രദേശത്തെ ജനങ്ങൾക്ക് ആരോഗ്യ ഭീഷണിയില്ലെന്നാണ് പരിസ്ഥിതി മന്ത്രാലയം അറിയിക്കുന്ന ഒരു കാര്യം. ഇറാനെതിരെയുള്ള ഇസ്രായേൽ ആക്രമണം അതിരൂക്ഷമായി തുടരുന്നതിനിടെ ഇസ്രായേലിൽ കനത്ത തിരിച്ചടിയുമായി ഇറാൻ തന്നെ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇസ്രായേലിലെ ബീർഷെബയിൽ കെമിക്കൽ ഫാക്ടറിക്ക് നേരെയുണ്ടായ മിസൈൽ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപകടകരമായ രാസവസ്തുക്കൾ വായുവിൽ കലർന്നതായും പുറത്തിറങ്ങരുതെന്ന പ്രദേശവാസികൾക്ക് നിർദ്ദേശം നൽകിയതായും അറിയാൻ സാധിക്കുന്നു. ഫാക്ടറിയിലെ തീ ഇതുവരെയും നിയന്ത്രണ വിധേയമാക്കാനായിട്ടില്ല എന്ന് അറിയുന്നുണ്ട്. ബീർഷെബ നഗരത്തിന്റെ ദക്ഷിണ ഭാഗത്തുള്ള ന്യോട്ട് ഹോവാവ് മേഖലയിൽ ഫാക്ടറിയിലാണ് മിസൈൽ ആക്രമണം സംഭവിച്ചത്. അപകടത്തിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റതായി ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ ആദ്യമേ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതിന്റെ വാർത്തകളൊക്കെ തന്നെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. പശ്ചിമേഷ്യ ഭീതിയുടെ മുൾമുനയിലേക്ക് തള്ളിവിട്ട ഇസ്രായേലും യുഎസും ഇറാൻ ആക്രമിച്ചതിന് പിന്നാലെ ഉണ്ടാക്കിയ യുദ്ധത്തിൽ ഇറാനും ഹിസ്ബുള്ളയും പുറമെ ഹൂതികളും കൂടി പോർമുഖം തുടർന്നതോടെ ഇസ്രായേലിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ് എന്ന് പറയാം. ഇന്നലെ രാത്രി നിരവധി തവണയാണ് രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ അപായ സൈറണുകൾ മുഴങ്ങിയത്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള നേരിട്ടുള്ള ആക്രമണങ്ങളും ലബനൻ അതിർത്തിയിലെ ഹിസ്ബുള്ളയുമായുള്ള കടുത്ത പോരാട്ടവും ഇസ്രായേലിനെ തന്നെ അതീവ സങ്കീർണമായ അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണെന്നാണ് കൃത്യമായ റിപ്പോർട്ടുകളിൽ പറയുന്നത്. അതിനെക്കുറിച്ചുള്ള വാർത്തകൾ പറയുമ്പോഴും അത് സ്ഥിരീകരിച്ചു തന്നെ പുറത്തു വരുന്നുണ്ട്. വടക്കു നിന്ന് ഹിസ്ബുള്ളയും കിഴക്കു നിന്ന് ഇറാനും ആക്രമണം നടത്തുമ്പോൾ തെക്ക് ഭാഗത്ത് നിന്ന് യമനിലെ ഹൂതി വിമതരും ഇസ്രായേലിനെതിരെ നീങ്ങുന്നുണ്ട്. 3-4 വർഷത്തു നിന്ന് തന്നെയാണ് ഇസ്രായേലിനെ പൂട്ടാനായി ഇപ്പോൾ ഇറങ്ങിത്തിരിക്കുന്നത്. ഇതോടെ ഒരേ സമയം 3 വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നുള്ള ഭീഷണി എന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേന നേരിടുന്നതിനെ കുറിച്ചും സംസാരിക്കുന്നത്.